എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത്. 2 ദിവസത്തിന് മുൻപ് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് 55 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 101 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. ചാന്ദ്രദിനം ക്വിസ് 2025. ആദ്യ ചോദ്യം: സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത് പൊടിപടലങ്ങൾ. ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴി. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ജോൺ ഗ്ലെൻ, 77-ാം വയസ്സിൽ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേര് കൽപ്പന 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984. ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? 138. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് എത്തിയ വാഹനത്തിൻ്റെ പേരെന്ത്? സോയൂസ് T-11. ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? റഷ്യ. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. യാത്രികരുടെ പേര് യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി 1. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത്? പ്രകാശവർഷം. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 ജൂൺ മാസം. ISRO നിലവിൽ വന്ന വർഷം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ, കർണാടക. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷൻ സാറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്നത് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? M. അണ്ണാദുറൈ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരെന്ത്? PSLV-C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള
ISRO ഇസ്രോയുടെ ചെയർമാനാര്? ജി മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ 43 എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതെന്ന്? 2008 നവംബർ 14. ഇസ്രോ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന്? 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യമെന്ത്? ചന്ദ്രയാൻ 1. ചന്ദ്രനിലെ സാങ്കല്പിക നിവാസികളുടെ ജീവിതം വിവരിക്കുന്ന നോവൽ ഏതാണ്? സോനിയം. എഴുതിയത് ജോഹന്നാസ് കെപ്ലർ. വെള്ളി ഏത് ഗ്രഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശുക്രൻ. ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ എത്ര ശതമാനമാണ് ചന്ദ്രന് പ്രതിഫലിപ്പിക്കാനാവുക? 7%. ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം 27 ദിവസം 8 മണിക്കൂർ. ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേരെന്ത്? മരിയ. ലാറ്റിനൽ കടലുകൾ എന്നാണ് മരിയ എന്ന വാക്കിനർത്ഥം. ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ എത്ര ശതമാനമാണ് കാണാനായി സാധിക്കുന്നത്? 59%. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ടെറേ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം? ബുധൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ബുധനും ശുക്രനും. ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തം ഏത്? ഷാക്കിൽട്ടൺ ഗർത്തം. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.